ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പണ്ടാരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഓരോ യാത്രകളും ഓരോ മാറ്റങ്ങളായിരിക്കണം. യെസ്, ദിസ് ട്രിപ്പ് വാസ് എ ജേർണി വിത്ത് ഒരുപാട് നല്ല മെമ്മറീസ് ആൻഡ് ന്യൂ എക്സ്പീരിയൻസസ്. ദിസ് വാസ് മൈ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പ് ടു ജപ്പാൻ. സോ പോയാലാ, ലെറ്റ്സ് ഗോ. രണ്ടാഴ്ചക്കുള്ളിൽ ബോർഡിംഗ് പാസ് കിട്ടി ഗൈസ്. ഇപ്പോഴേ നമ്മൾ ഫസ്റ്റ് ചെക്ക് ഇൻ ചെയ്ത് ബോർഡിംഗ് പാസ് കിട്ടി. എൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ആണ്. ചെറിയ എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, ചെറുതായിട്ടില്ല, നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. എന്താണെന്ന് കാണാം. ബോർഡിംഗ് പാസ് കിട്ടി. നീ ഫസ്റ്റ് ടൈം അല്ലേ? എക്സൈറ്റ്മെൻ്റ് ഉണ്ടോ? പേടിയുണ്ടാ? നിനക്ക് പേടിയുണ്ടോ? ഇവരെല്ലാവരും ഫസ്റ്റ് ടൈമാണ്. ഇത് ഫാബിൻ, എല്ലാവരെയും പരിചയപ്പെടുന്നത്. ഫാബിൻ, സെഫിൻ, അലീന, ദുർഗ, ആകാശ് ആൻഡ് നമ്മൾ ഫ്ലൈറ്റ് കയറാൻ പോകണം. ബോർഡിംഗ് കയറാൻ പോകണം. അതെ, എക്സൈറ്റഡ് ആണ്. ഇപ്പം ഇതിൽ കൂടെ നമ്മൾ മാത്രമേ ഉള്ളൂ. ഗൈസ്, എനിക്ക് വിൻഡോ സീറ്റ് നോക്കി. ഫസ്റ്റ് ഫ്ലൈറ്റിൽ തന്നെ വിൻഡോ സീറ്റ്.ท่านผู้โดยสารค่ะลูกเรือจะสาธิตวิธีการใช้อุปกรณ์ความปลอดภัยบนเครื่องบินค่ะ പുഡിംഗ് ഉണ്ട്, കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്, ക്യാഷ് ഉണ്ട്, പ്രോൺസ് ആണ്. പ്രോൺസ് ഗൈസ്, 4 hours കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബാങ്കോക്ക് എത്തി. ബാങ്കോക്ക് സുവർണഭൂമി എയർപോർട്ടിൽ ഒരു 2 hours വെയിറ്റ് ഉണ്ട്. ഗൈസ്, നമ്മളിപ്പോൾ ബാങ്കോക്ക് എത്തി. ബാങ്കോക്കിൽ എയർപോർട്ടിലെ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ് ഇപ്പോൾ അടുത്ത കണക്ഷൻ ഫ്ലൈറ്റ് പിടിക്കാൻ പോകണം. അടുത്ത നമ്മൾ എങ്ങോട്ട് പോകണം? ടോക്കിയോ. നമ്മൾ ടോക്കിയോയിലോട്ടാണ്. ഇപ്പോൾ ടോക്കിയോയിൽ വെച്ച് കാണാം ഗൈസ്. അപ്പം നമ്മൾ ജപ്പാനിലോട്ട് പോകണമെന്നുള്ള മെയിൻ റീസൺ എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഒരു ഇൻറ്റേൺഷിപ്പ് കിട്ടിയിട്ടുണ്ട് അവിടെ. ഇൻറ്റേൺഷിപ്പിന് വേണ്ടി പോകണം. ഞങ്ങൾ കോളേജിൽ നിന്ന് സെലക്ട് ആക്കി ഞങ്ങൾ 7 പേര് ഇൻറ്റേൺഷിപ്പിന് വേണ്ടി പോവാണ്. ഇപ്പം നമ്മൾ സുവർണഭൂമി എയർപോർട്ടിൽ അടുത്ത കണക്റ്റിംഗ് ഫ്ലൈറ്റ് 2 hour കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം എല്ലാവരും. ഗൈസ്, അങ്ങനെ സൺറൈസ് ഉണ്ട്. ഞങ്ങളുടെ ഫ്ലൈറ്റിന് ടൈമായി. ഞങ്ങൾ നേരെ ഫ്ലൈറ്റിലോട്ട് പോവാണ്. ഇവിടുന്ന് നേരെ ടോക്കിയോ, അവിടുന്ന് നേരെ നമ്മുടെ ഇൻറ്റേൺഷിപ്പ് നടക്കുന്ന സ്ഥലം മച്ചു എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഇൻറ്റേൺഷിപ്പ് നടക്കുന്നത്. ഫ്ലൈറ്റ് കയറി അപ്പോൾ തന്നെ ഫുഡ് വന്നു. വേറെ ഒന്നും നോക്കിയില്ല, നേരെ ഫുഡ് കഴിച്ചു. പിന്നെ ടീ ഓർ കോഫി ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ ടീ ആണ് ചൂസ് ചെയ്തത്. പിന്നെ ഞാൻ നല്ല മൂവീസ് ഉണ്ടോ എന്ന് സെർച്ച് ചെയ്ത്, ബട്ട് നല്ല മൂവീസൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചത് ഫുട്ബോൾ ഹൈലൈറ്റ്സ് ആണെന്ന്. അപ്പോൾ ഞാൻ ഫുട്ബോൾ ഹൈലൈറ്റ്സ് ഉണ്ട്. ബാക്കി എല്ലാവരും നല്ല ഉറക്കത്തിലാണ് കേട്ടോ. കുറച്ച് നേരം ഇപ്പോൾ ഫാബിന് നീറ്റൊരു സിനിമ കാണുന്നുണ്ട്. ഡ്യൂൺ എന്താണ് കാണുന്നത്. ഞാൻ അപ്പോഴും ഫുട്ബോൾ ഹൈലൈറ്റ്സ് തന്നെ കണ്ടിന്യൂ ചെയ്തു. Finally at things.
ഗൈസ് നമ്മുടെ ടോക്കിയോ എത്തി ഗൈസ്. ആകാശേ അങ്ങനെ നമ്മൾ ജപ്പാനിലെത്തി, എന്താ പറയാനുള്ളത്? എക്സൈറ്റ്മെന്റ് ആണ്. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോയത് യൊണാഗ എയർപോർട്ടിലോട്ടാണ്. അവിടെ നമ്മൾ റിസീവ് ചെയ്യാൻ നമ്മുടെ ഇൻറ്റേൺഷിപ്പിൻ്റെ കോർഡിനേറ്ററായ ആർദീസാണ് നിൽക്കേണ്ടത്. ഇവിടെ നിന്ന് നമുക്കൊരു 2 hour ട്രാവൽ നമ്മുടെ സ്റ്റേയിലോട്ട് ഉണ്ടായി. നമ്മുടെ അടുത്ത ഹോട്ടലിലോട്ട് 2 hour ട്രാവൽ ഉണ്ടായി. ആ ട്രാവൽ ചെയ്ത് നമ്മൾ നേരെ ഹോട്ടലിലോട്ട് ചെക്ക് ഇൻ ചെയ്യാണ്. ഹോട്ടലിൽ കയറിയപ്പോൾ ഞങ്ങൾ കിലുവി. സത്യം പറഞ്ഞാൽ ഇതുവരെ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ഇത്രയും നല്ല ഹോട്ടലൊക്കെ ഞങ്ങൾക്ക് സെറ്റ് ചെയ്യുന്നവർ. അടിപൊളി ഹോട്ടലായിരുന്നു. ഹായ് ഗൈസ്, നമ്മളിപ്പോൾ മറ്റ്സ്വേയിലാണ്. മറ്റ്സ്വേ സിറ്റി അല്ലേ? മറ്റ്സ്വേ ഇപ്പോൾ നമുക്കൊരു ഓറിയൻറ്റേഷൻ പ്രോഗ്രാം ഉണ്ട്, അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എല്ലാവരും ഉണ്ട് ഗൈസ്. അടിപൊളിയാണ് ഇവിടെ, നൈസാണ് സംഭവം. നല്ല തണുപ്പുണ്ട്, ചെറുതായിട്ട് ചെറിയൊരു മഴയുണ്ട്. പുലി 6 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഹ്യൂമിഡിറ്റി ഉണ്ട്. അതെ, കുഴപ്പമില്ല. ഓക്കെയാണ്. സെറ്റാണല്ലേ? സെറ്റാണ്. ഗൈസ് ഇവിടെ നല്ലതാണ്. പണ്ട് ഇപ്പം വിചാരിക്കട്ടല്ല, ഞങ്ങൾ കയ്യിൽ ഗ്ലൗസ് ഒക്കെ ഇട്ട് കിടക്കണേ. കയ്യൊക്കെ ഐസാണ്, വ്ലോഗ് പോലും എടുക്കാൻ പറ്റില്ല. കയ്യൊക്കെ വിറച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കൊള്ളാലേ, അടിപൊളി. ആദ്യമായിട്ട് ജപ്പാനിൽ എന്നിട്ട് വേറൊരു എക്സ്പീരിയൻസ് ആണ്. ഞങ്ങളിപ്പോൾ ഒരു മ്യൂസിയം ഒക്കെ കണ്ട്, നൈസാണ്, അടിപൊളി മ്യൂസിയമാണ്. നിങ്ങളും കണ്ടിട്ടുണ്ടാവും, ഞാനിപ്പോൾ കാണിക്കും, കണ്ടാൽ മതി. നല്ലതായിട്ട് എല്ലായിട്ടും ഗൈസ് കാണാൻ പറ്റല്ലോ ഇവർക്ക്. ഉണ്ട് ശരിക്കും. അവരുടെ പെർമിഷൻ കൂടാണ്ട് ഈ നാട്ടിൽ അങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റൂല. അങ്ങനെയാണ് ഇവിടുത്തെ പ്രൊസീജിയേഴ്സ്. പക്ഷേ നമ്മളെടുക്കും. ഗൈസ് ഫുഡ് കഴിച്ചു ഇതുവരെ കഴിച്ചതിൽ ഏറ്റവും നൈസ് ഫുഡ്. ഫുഡ് കഴിച്ച് തന്നെയുണ്ട് ഗൈസ്. ഇതാണ് കഫറ്റീരിയ ഗൈസ്. നമ്മളിപ്പോൾ ഷിമാന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇറങ്ങി. ഷിമാന യൂണിവേഴ്സിറ്റി അതെ ബെസ്റ്റ് ഫുഡാണ് ഇവിടുത്തെ യൂണിവേഴ്സിറ്റി ഫുഡ്. ഇവിടുത്തെ കഫറ്റീരിയയിലത്തെ ഫുഡ് നൈസ് ഫുഡായിരുന്നു, ഒന്നും പറയില്ല, നൈസ് ഫുഡ്. യൂണിവേഴ്സിറ്റി ഫുഡ് ആണ് ബെസ്റ്റ്. ഞങ്ങളിനി റൂബി എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ട്, അത് ക്രിയേറ്റ് ചെയ്ത ആളെ മീറ്റ് ചെയ്യാൻ പോകണം ഗൈസ്. എല്ലാവരും ക്ലാസ് ഒക്കെ എടുത്തിട്ട് എല്ലാവരും ഉണ്ട്. അതെ, ആളുടെ ഒരു ക്ലാസ് ഒക്കെ ഉണ്ട്. ഹായ് ഗൈസ്, നമ്മളിപ്പോൾ റൂബി എന്ന് പറഞ്ഞ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ട്, അതിൻ്റെ ഡെവലപ്പറിനെ കണ്ട്. എന്ന് വെച്ചാൽ അത് ഉണ്ടാക്കിയ ആളെ, ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ടാക്കിയ ആളെ കണ്ട്. വിഷയം അല്ലേ? അതെ, ഞങ്ങൾ ഇത്ര സ്പീഡിൽ നടക്കാൻ എന്താന്ന് വെച്ചാൽ വേഗം ഹോട്ടലിലോട്ട് പോകണം. ഇവിടെ ഭയങ്കര തണുപ്പ്, ഭയങ്കര തണുപ്പ്, അതുകൊണ്ടാണ് വേഗം പോണത്. എല്ലാവരും ബാക്കിൽ വരുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി ഒരു വെൽക്കം പാർട്ടി കൂടി ഉണ്ട്. ആ വെൽക്കം പാർട്ടിക്ക് പോകണം നൈറ്റ്. ഇന്ന് നൈസ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഷിമാന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഞങ്ങൾ ടാറ്റ പറയുന്നത്. ടാറ്റ ബൈ ബൈ ടാറ്റ.